നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര വൈകിയ സംഭവത്തിൽ പ്രോട്ടോകോൾ ഓഫീസർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന പിണറായി വിജയൻ കേരള ഹൌസിൽ നിന്ന് 1:30 പുറപ്പെട്ട് കൃത്യം 2:05 തന്നെ പിണറായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ അദ്ദേഹം എത്തിയ കാര്യം കൂടെ ഉണ്ടായിരുന്ന പ്രോട്ടോകോൾ ഓഫീസർ വിമാന കമ്പനിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് VIP ലോഞ്ചിൽ പോയി വിശ്രമിച്ച പിണറായി വിജയൻ ഗേറ്റ് അടയ്ക്കുന്ന സമയം കഴിഞ്ഞിട്ടും വിമാന കമ്പനി പ്രതിനിധികൾ ആരും തന്നെ കൂട്ടാൻ വരാഞ്ഞതോടെയാണ് കാര്യം അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഇൻഡിഗോ കമ്പനിക്കാർ പറയുന്നത് സമയം കഴിഞ്ഞു, ഇനി വിമാനത്തിൽ കയറ്റാൻ പറ്റില്ല, വിമാനം പുറപ്പെടാൻ പോവുകയാണെന്ന്. VIP പരിഗണന കാത്ത് ലോഞ്ചിലിരുന്ന വിജയന് ഒടുവിൽ മണിക്കൂറോളം എയർപോർട്ടിൽ കുടുങ്ങേണ്ടി വന്നു. ഈ വിമാനം മിസ്സായ സംഭവത്തിൽ ഇപ്പോൾ വലിയ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലെ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു 3 മണിക്കൂർ എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടി വന്നു എന്നത് വലിയൊരു ആകാശ ദുരന്തമൊന്നുമല്ല. ഇതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇവിടെയാണ് നമ്മൾ പിണറായി വിജയന്റെ ആ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണകാലം ഓർക്കേണ്ടത്. പണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സാധാരണക്കാരായ ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ കേസെടുക്കാനും സസ്പെൻഡ് ചെയ്യാനും യാതൊരുവിധ മടിയും കാണിച്ചിരുന്നില്ല. തന്റെ VIP ജാടയ്ക്ക് ചെറിയൊരു കോട്ടം തട്ടിയാൽ പോലും പച്ചയ്ക്ക് വേട്ടയാടുന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വന്തം അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സ്വകാര്യ വിമാന കമ്പനിയുടെ കൃത്യനിഷ്ഠ കൊണ്ടോ വിമാനം മിസ്സായതിന് പാവൊരു പ്രോട്ടോകോൾ ഓഫീസറുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന ഈ നടപടി ശരിക്കും ക്രൂരമാണ്. ഈ വിമാനം മിസ്സായ സംഭവത്തിൽ ഇപ്പോൾ വലിയ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു പ്രോട്ടോകോൾ എന്ന് വിശദമായി നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഭരണഘടനാ പദവികൾ വഹിക്കുന്ന VIPകൾ, അതായത് മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്കുള്ള സുരക്ഷ, താമസം, യാത്രാ സൗകര്യങ്ങൾ എന്നിവ മുൻകൂട്ടി കൃത്യമായി ഏകോപിപ്പിക്കുന്ന ഔദ്യോഗിക സംവിധാനമാണിത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാർ സംവിധാനങ്ങളിലോ ഈ ഒരു VIP പ്രോട്ടോകോൾ കൃത്യമായി നടക്കും. അവർക്ക് പ്രത്യേക പരിഗണനയും ലഭിക്കും. പക്ഷേ ഇൻഡിഗോ പോലെയുള്ള സ്വകാര്യ വിമാന കമ്പനികൾക്ക് ഇത്തരം പ്രോട്ടോകോളുകളേക്കാൾ പ്രധാനം അവരുടെ കൃത്യനിഷ്ഠയും സമയവുമാണ്. കാരണം സാധാരണക്കാരായ യാത്രക്കാർ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വിമാനത്തിൽ കയറിയിരിക്കുമ്പോൾ ലോഞ്ചിലിരിക്കുന്ന ഒരൊറ്റ VIP നേതാവിന് വേണ്ടി വിമാനം കാത്തു നിർത്തിയാൽ അത് ആ കമ്പനിയുടെ കൃത്യനിഷ്ഠതയാണ് തകർക്കുക. വിമാന കമ്പനികൾക്ക് അവരുടെ നിയമങ്ങളാണ് വലുത്. ബോർഡിംഗ് സമയം കഴിഞ്ഞാൽ പിന്നെ മുൻ മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഗേറ്റ് തുറക്കില്ല എന്ന് ഇൻഡിഗോ കമ്പനി തെളിയിച്ചു. VIP ലോഞ്ചിൽ വന്ന വിമാന കമ്പനിക്കാർ കൂട്ടിക്കൊണ്ടു പോകുമെന്ന പിണറായി വിജയന്റെ ആ ഒരു പഴയ ചിന്താഗതിക്കാണ് ഇവിടെ വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ചുരുക്കത്തിൽ നിയമസഭയിലും ജനങ്ങൾക്കിടയിലും വലിയ തള്ളുകൾ നടത്തുന്ന പിണറായി വിജയന്റെ VIP എന്ന തോന്നൽ ഒരു സാധാരണ വിമാന കമ്പനിയുടെ നിയമങ്ങൾക്ക് മുന്നിൽ അങ്ങ് മാറിക്കിട്ടി. ഉദ്യോഗസ്ഥരെ പഴിചാരിയും സസ്പെൻഡ് ചെയ്തും സ്വന്തം പരാജയം മറച്ചുവെക്കാൻ നോക്കുന്ന ഈ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് രീതികൾ ജനങ്ങൾ ഇനി വില കുറഞ്ഞേ കാണൂ. VIP ജാടകളോ ആഡംബരങ്ങളോ ഇല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്ന ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ. ഇപ്പോഴും ആ രീതികൾ തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നതും. എന്നാൽ അധികാരം പോയിട്ടും VIP പരിഗണന വേണമെന്ന് ശഠിക്കുന്ന പിണറായി ആളുകൾക്ക് മുന്നിൽ ഒരു പരിഹാസ പാത്രമാവുകയാണ്.